എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു പിസ്സ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു പിസ്സ നമുക്ക് ഓവൻ ഇല്ലാതെയും ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ നാടൻ ടേസ്റ്റിലുള്ള ഒരു പിസ്സയാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വളരെ ഈസി ആയിട്ടുള്ള പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പിസ്സ ബേസിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയും തൈരും കൂടി ചേർത്തിട്ടും ഈ ഒരു പിസ്സ തയ്യാറാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റും ചേർത്തിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പിസ്സയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ എന്തായാലും പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴികെ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു മാവ് കുഴയ്ക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ്. വെള്ളത്തിലോ പാലിലോ നിങ്ങൾക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പം ഇളം ചൂടുള്ള വെള്ളത്തിലാണ് നമ്മളിത് കുഴയ്ക്കേണ്ടത്. ഒരുപാട് ചൂടും ആകരുത്, ഒരുപാട് തണുപ്പും ആകരുത്. അങ്ങനെ കുഴയ്ക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് മൈദ 2 ടേബിൾ സ്പൂണോളം മൈദയെങ്കിലും ചേർത്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ കിട്ടും. അല്ലാതെ മുഴുവനായിട്ടുള്ള ഗോതമ്പ് പൊടിയിലും ഈ ഒരു പിസ്സ ബേസ് ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് അതുപോലെ ഒന്ന് തടവിയതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു 3 മണിക്കൂർ ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സമയം പോലെ മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു ബേസ് വരിക. ഒരു നനഞ്ഞ ടവലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പോ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു പിസ്സയിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് സോസ് ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കെച്ചപ്പും എടുക്കാവുന്നതാണ്. കെച്ചപ്പ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞാണ്. ചെറിയ ഉള്ളിയോ സവാളയോ എടുക്കാവുന്നതാണ്. ഒരുപാട് വേണമെന്നില്ല. വലിയ സവാള ആണെങ്കിൽ എൻ്റെ ഒരു പകുതി ഭാഗം മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ ഈ ഒരു പിസ്സ നാടൻ സ്റ്റൈലിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് തക്കാളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി പേസ്റ്റ് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്യാനിൽ കിട്ടുന്ന ടൊമാറ്റോ പ്യൂരി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ക്യാനിൽ കിട്ടിയ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. നിങ്ങൾ അല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ തക്കാളി ഒന്ന് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞ് മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യം പോലെ അളവിൽ തക്കാളി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തക്കാളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പേസ്റ്റ് നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതൊരു സോസ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ തക്കാളിക്ക് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ സോസും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ചിക്കൻ എടുക്കാം, പനീർ എടുക്കാം, ഗോബി എടുക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ബോൺലെസ് ചിക്കനാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ ചേർക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറിയുടെ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ ഗരം മസാല അല്ലെങ്കിൽ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇതിലേക്ക് വേണമെന്നില്ല. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ചിക്കന് നല്ലൊരു പുളിയും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ നീര് അല്ലെങ്കിൽ തൈര് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പനീറാണെങ്കിലും ഇതേപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു മസാലയ്ക്ക്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തനി നാടൻ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ളൊരു പിസ്സയാണ്. എപ്പോഴും നമ്മൾ ഇറ്റാലിയൻ സ്റ്റൈലിലൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റൈലിലും ഈ ഒരു പിസ്സ അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഒറിഗാനോ അങ്ങനെയുള്ള ഹെർബൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു സവാള, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ക്യൂബുകളാക്കി അരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ക്യാപ്സിക്കത്തിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ പിസ്സ ബേസ് ഇനി നമുക്ക് എങ്ങനെയാണ് പരത്തിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2 പിസ്സയ്ക്കുള്ള അളവിലാണ് ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരു ചെറുതും ഒരു വലുതുമായിട്ടാണ് ഈ ഒരു മാവ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് ഇതുപോലെ ബോളാക്കിയതിന് ശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയുടെ മുകളിലോ ഇട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയിലുള്ള പിസ്സയെക്കാട്ടിലും നല്ലത് കുറച്ച് തിന്നായിട്ടുള്ള ക്രസ്റ്റിലുള്ള പിസ്സയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ക്രസ്റ്റിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് കുക്കായി വരുമ്പോൾ ഒന്നുകൂടി കട്ടി വരും, മീൻസ് അതൊന്നുകൂടെ ഒന്ന് പൊങ്ങും. കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് കുറച്ച് പൊടിയൊന്ന് വിതറിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം ചെറിയ പിസ്സ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് നമ്മൾ കൈവച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കട്ടിയാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൊങ്ങി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പാനിലാണ് ഈ ഒരു പിസ്സ തയ്യാറാക്കി എടുക്കുന്നത്. ഓവനിൽ വെക്കുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് പാനിൽ പിസ്സ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ദോശ തവ ചൂടാക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്കോ കാസ്റ്റേണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പിസ്സ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ആ കുത്തിട്ട ഭാഗം താഴെ വരുന്ന രീതിയിൽ ഒന്ന് കമത്തി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പിസ്സയുടെ മുകൾ ഭാഗം ആദ്യം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ടോപ്പിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിസ്സ നന്നായിട്ട് വെന്ത് എല്ലാ ഭാഗത്തേക്കും നല്ല വെന്ത് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കുക, അത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അപ്പം ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാനുള്ള സമയമായി. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പിസ്സയുടെ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഓയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പിസ്സ ബേസ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ടൊമാറ്റോയുടെ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ സോസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി പിസ്സയ്ക്ക്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മോസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോസറല്ല ചീസോ ചീസ് സ്ലൈസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും അതുപോലെ ക്യാപ്സിക്കോ ഉള്ളിയും കൂടെ ഉള്ള കൂട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഇഷ്ടത്തിന് ചീസ് ഇട്ട് കൊടുക്കാം. കൂടുതൽ ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആവും. ചീസ് ഇല്ലാത്ത പിസ്സ തയ്യാറാക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. ഇനി ഇത് അടച്ച് വെച്ച് ഈ ഒരു ചീസ് ഉരുകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ടിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പിസ്സയുടെ മുകളിലുള്ള ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗം നല്ല ഗോൾഡൻ ബ്രൗണായും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാനിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി പിസ്സ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പിസ്സ എങ്ങനെയാണ് ഓവനിൽ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഓവനിൽ ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം.
അപ്പോൾ നമ്മളിതുപോലെ ആ ഒരു പിസ്സ ബേസ് പരത്തി അതുപോലെ കുത്തുകളും ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം ഈ ഒരു ബേസ് ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ടോപ്പിങ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചീസൊന്നും ബ്രൗൺ ആയി പോവില്ല. ചീസ് ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുന്നതാണ് പിസയ്ക്ക് നല്ലത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ അല്ലെങ്കിൽ 200 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മറിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇങ്ങനെ തന്നെ നമുക്ക് ഇതിലേക്ക് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ചീസും ഫില്ലിങ്ങും ചീസും അങ്ങനെ ഇട്ടിട്ട് നമുക്കിത് ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസ്സ ബേസ് ഓൾറെഡി കുറച്ച് കുക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ചീസ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇനി ചീസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമുക്കൊന്ന് ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു മാക്സിമം 10 മിനിറ്റ് മതി ഈ ഒരു പിസ്സ ഒന്ന് ബേക്കായി വരാൻ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇവിടെ 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഈ ഒരു പിസ്സ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തുള്ളത്. ഇപ്പോൾ നമ്മൾ നല്ലതായിട്ട് ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഈസ്റ്റ് വെച്ചിട്ട് പിസ്സ ബേസ് തയ്യാറാക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ലതായിട്ട് പൊങ്ങിയൊക്കെ വരും. ബേക്കിംഗ് പൗഡർ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഈസ്റ്റാണ് നല്ലത്. പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റും ക്രിസ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും തിൻ ക്രസ്റ്റ് ആയിട്ടുള്ളൊരു പിസ്സയാണ്. ഇതിൻ്റെ താഴ്ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ തയ്യാറാക്കിയ പിസ്സ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അതും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓവനിൽ തയ്യാറാക്കിയതിനെക്കാട്ടിലും ടേസ്റ്റിലും ക്രിസ്പിനെസ്സും നല്ലതാണ് നമ്മൾ പാനിൽ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ താഴ്ഭാഗം ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു പിസ്സ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്